നമുക്കിന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകാം. പക്ഷെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. അങ്ങനെ ഞാൻ എന്താ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ തേച്ച് എപ്പോഴത്തേയും പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ സൺസ്ക്രീനൊക്കെ തേച്ച് അടുത്ത ഐലൈനർ വരയ്ക്കണം. ഇതും ഫോണിൽ നിന്നൊക്കെ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണാടി നോക്കി വരച്ചിട്ട് വന്ന് അത് കഴിഞ്ഞ് നേരെ ലിപ്സ്റ്റിക്ക്. ഇന്ന് ഞാൻ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അതിന് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ടെക്സ്ചറാണ് ഗൈസ്. അങ്ങനെ ആ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ബ്ലഷ് ഇടണം. ബ്ലഷ് ഇങ്ങനെ കുറച്ച് നേരം ഷർട്ടൊക്കെ നേരെയൊക്കെ ഇട്ടിട്ട് ബ്ലഷ് ഇടാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ ബ്ലഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നേരെ കമ്മലിട്ട് കൊടുക്കണം. നേരത്തെ കമ്മലിൻ്റെ സ്റ്റഡാണ് ഗൈസ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് സ്റ്റഡിൻ്റെ അടുത്ത് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ ചിലപ്പോൾ അത് യൂസ് ചെയ്യാറില്ല. അങ്ങനെ സ്റ്റഡൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇനി മുടി കെട്ടണം. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത് എന്ത് ചെയ്യണം എന്ന്. അങ്ങനെ നേരെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ മുടി ഒതുക്കി ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് പോണി ടൈൽ കെട്ടാന്ന്. അങ്ങനെ ഞാൻ സെറോക്കെ വാരി തേച്ച് കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ സെറോക്കെ വാരി തേച്ച് തലയിലൊക്കെ സെറ്റാക്കിയതിന് ശേഷം രണ്ട് സൈഡും തേച്ച് ഇപ്പോൾ പോണി ടൈൽ കെട്ടാൻ വേണ്ടിയിട്ട് മുടി ചീകി സെറ്റ് ചെയ്യും. അങ്ങനെ മുടിയൊക്കെ ചീകി എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ പോണി ടൈൽ കെട്ടും ഗൈസ്. അപ്പം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി വാച്ചും കൂടെ കെട്ടണം. അങ്ങനെ വാച്ചും കൂടെയൊക്കെ കെട്ടി ഇതുണ്ട്. ഇപ്പോൾ ഞാൻ നേരെ ഇറങ്ങും. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.